എറണാകുളം പറവൂരിൽ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുമെന്ന് പോലീസ് പറയുന്നു. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് മരിച്ച കാവ്യയുടെ കുടുംബം മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും പരാതി നൽകും. പറവൂർ ഡോൺ ബോസ്കോ ആശുപത്രിയിൽ ഗുരുതര വീഴ്ചയുണ്ടായി എന്നാണ് കുടുംബം 24 പറഞ്ഞത്. 1:30 കഴിഞ്ഞപ്പോഴും ഡോക്ടർ ഇങ്ങനെ ബ്ലീഡിങ് ആണെന്നും പറഞ്ഞൊരു കുട്ടിയെ കൊണ്ടുപോകുന്നത്. ഈ മകളെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ബ്ലഡ് വേണമെന്ന് പറഞ്ഞ് അന്നേരത്തെ ഞങ്ങൾ ബ്ലഡ് എടുത്തോ ഇവിടെ നിന്ന് തന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അവിടുത്തെ ആരോ ഞങ്ങൾ പറഞ്ഞു ഇവിടെ ബ്ലഡ് ബാങ്കിൽ ബ്ലഡില്ല, നിങ്ങൾ ആലുവയ്ക്ക് പോയി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഇവിടെ ഡോക്ടർ വന്ന് വെച്ചാൽ യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ് റിമൂവ് ചെയ്തെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഡോക്ടർ വന്ന് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ മയക്ക് ഡോക്ടർ വന്ന് ട്യൂബ് ഏതോ ഊരാൻ വന്നു കഴിഞ്ഞപ്പോഴാണ് കാർഡിയാക്ക് അറസ്റ്റ് വന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ ഷിഫ്റ്റ് ചെയ്തിട്ടെന്ന് വെച്ചാൽ പറഞ്ഞു ഞങ്ങൾ ഇത്ര ഡോക്ടർമാരില്ലേ, ഞങ്ങളത് ഇവിടെ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. 7 മണിയായപ്പോൾ അവർ പറയുകയാണ് മെഡിക്കൽ ആസ്റ്റർ മെഡിസിനിലേക്ക് ആംബുലൻസും ഡോക്ടർ സഹിതം വെന്റിലേറ്റർ ICU ഉള്ള ആംബുലൻസ് വരും, ഡോക്ടർ സഹിതം വരുന്നുണ്ട്, അപ്പോൾ കൊണ്ടുപോകാമെന്ന് പറയും. അത് വന്നത് 9 മണിയായി ഇവിടെ വന്നപ്പോൾ. ഡോൺ ബോസ്കോ ആശുപത്രിയിൽ നിന്ന് 6 മണിക്കൂറോളം ലേറ്റായി. അതിൻ്റെ ബ്ലീഡിങ് അതിനെ വന്ന് ഞങ്ങൾക്ക് വന്ന് ഈ മരണമാണ്. അപ്പോൾ ഡോൺ ബോസ്കോ ആശുപത്രിക്കെതിരെ ഒരു പരാതികൾ കൊടുക്കുന്നുണ്ട്, പിന്നെ എല്ലാം ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കൊക്കെ കൊടുക്കുന്നുണ്ട്. വിശദമായ അന്വേഷണം വേണമെന്നാണ്. നിലവിലൊരു വിശദമായ അന്വേഷണം വേണം. മേലിൽ ഇത് ആർക്കും ഉണ്ടാകരുതെന്നാണ് ഞങ്ങളുടെ ഒരു ഇത്. കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടില്ല, അവരുടെ അനാസ്ഥ തന്നെയാണ്. ഞങ്ങൾ പലവട്ടം ഇതിലേക്ക് യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടും ഞങ്ങൾ സമ്മതപത്രം ഒപ്പിടേണ്ടി വന്നു, കാരണം വേറെ മാർഗ്ഗമില്ലെന്നാണ് അവർ പറഞ്ഞത്. അതിനുശേഷം പലവട്ടം ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകണോ അപ്പോൾ അവരെല്ലാം ഇവിടെ ഓക്കെയാണെന്നുള്ള വാക്കാണ് അവർ വന്നുകൊണ്ടിരുന്നത്. അവരുടെ അനാസ്ഥ മാത്രമാണ്. ഞങ്ങൾക്ക് നീതി കിട്ടണം. കാവ്യയുടെ ചികിത്സയിൽ വീഴ്ചയില്ല എന്നാണ് ഈ പറവൂരിലെ ഡോൺ ബോസ്കോ ആശുപത്രി പറയുന്നത്. വിഷ്ണു സുരേഷ് പറവൂരിലെ വടക്കേക്കരയിൽ നിന്നും തത്സമയം ചേരുന്നു. പറയൂ വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അങ്ങേറ്റം സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. 2 ദിവസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞ് ഈ വീടിനകത്തുണ്ട്. പക്ഷേ ആ കുഞ്ഞിൻ്റെ അമ്മ ഇല്ല. ഇന്നലെയാണ് കാവ്യയുടെ സംസ്കാരം പൂർത്തിയായത്. ഗുരുതരമായ ആരോപണമാണ് കുടുംബം ഈ ഡോൺ ബോസ്കോ ആശുപത്രിക്കെതിരെ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു മനഃപൂർവ്വമായ കാലതാമസം സംഭവിച്ചു എന്നുള്ളതാണ് അവരുടെ ആക്ഷേപം. 23-ാം തീയതിയാണ് പ്രസവാവശ്യത്തിന് വേണ്ടി കാവ്യയെ ഡോൺ ബോസ്കോ ആശുപത്രിയിൽ എത്തിക്കുന്നത്. അതിനുശേഷം അവിടെ നിന്ന് പ്രസവത്തിന് ശേഷം അമിത രക്തസ്രാവം ഉണ്ടാകുന്നു. ഗർഭപാത്രം അടക്കം റിമൂവ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ പിന്നീടും പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്തതോടുകൂടി കാവ്യയെ വെന്റിലേറ്റർ സംവിധാനമുള്ള മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റി. കുടുംബം ഉന്നയിക്കുന്ന ആക്ഷേപം ഇതിലൊരു ഡിലേ സംഭവിച്ചു എന്നുള്ളതാണ്. പ്രസവം കഴിഞ്ഞ് ഏകദേശം 6 മണിക്കൂർ ഡിലേ സംഭവിച്ചു. കൃത്യമായ ആശയവിനിമയം കുടുംബവുമായി നടത്തിയിട്ടില്ല. ആ ഡിലേ സംഭവിച്ചതാണ് കാവ്യയുടെ മരണത്തിലേക്ക് പോയത് എന്നാണ് കുടുംബത്തിന് പരാതി നൽകിയിട്ടുള്ള കാവ്യയുടെ അച്ഛനും അതോടൊപ്പം തന്നെ ഭർത്താവ് അടക്കമുള്ള ആളുകൾ പറയുന്നത്. നിലവിൽ വടക്കേക്കര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ആശുപത്രിയുടെ പേര് ആ എഫ്ഐആറിലില്ല. വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ അത്തരത്തിൽ പേരെഴുതി ചേർക്കുകയുള്ളൂ. കുടുംബം ഇപ്പോൾ ആരോഗ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ മറ്റ് DGP അടക്കമുള്ള ആളുകൾക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. കവിയുടെ അച്ഛൻ പ്രകാശനാണ്, അദ്ദേഹമാണ് പരാതി നൽകിയിട്ടുള്ളത്. വലിയ സങ്കടമുള്ള കാര്യമാണ്. കുഞ്ഞ് ഇവിടെ ഉണ്ട്, പെൺകുഞ്ഞാണ് ഇവിടെ ഉണ്ട്. വളർത്തിക്കൊണ്ട് പോകുന്നതാണ് ഞങ്ങൾക്ക് വിഷം. ഈ ആശുപത്രിക്കാരുടെ ചികിത്സ അപ്പോൾ ഇതുപോലെ മറ്റൊരു കുടുംബത്തിന് ഇത് ഉണ്ടാകരുതെന്ന് എൻ്റെ അഭ്യർത്ഥന. അതാണ് അവരോട് പ്രതികരണം തേടുന്നതിലടക്കം ബുദ്ധിമുട്ടുണ്ട്. ഇന്നലെയാണ് സംസ്കാരം കഴിഞ്ഞത്. പക്ഷേ ഈ വിഷയം ഗുരുതരമായ വീഴ്ച ആശുപത്രിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന വിഷയം പറയുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവരുടെ പ്രതികരണം തേടിയത്. അവർ അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇനി അത് ആർക്കും ഉണ്ടാകരുത്. ഈ 2 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ ഇനി എങ്ങനെ മുന്നോട്ട് വളർത്തും എന്നുള്ള കാര്യത്തിലൊക്കെ അവർക്ക് വലിയ ആശങ്കയുണ്ട്. ഇതിൽ ആർക്കാണ് പിഴവ് സംഭവിച്ചതെങ്കിലും അതിലൊരു വിശദമായ അന്വേഷണം നടത്തണം. അത് ആരോഗ്യമന്ത്രി ഇടപെട്ട് അത്തരത്തിലുള്ള അന്വേഷണം നടത്തണം എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആവശ്യം. ആ അന്വേഷണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറയുന്ന വിവരം. ഇന്നലെയാണ് കാവ്യയുടെ സംസ്കാരം പൂർത്തിയായത്. 23-ാം തീയതിയായിരുന്നു പ്രസവത്തിന് വേണ്ടി ആശുപത്രിയിൽ എത്തിച്ചത്. അതിനുശേഷം 24-ാം തീയതി അസുഖം മൂർച്ഛിക്കുന്നു. അതിനുശേഷം ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടുത്തെ വെന്റിലേറ്റർ സൗകര്യത്തിൽ കഴിയുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത്. ഈ പറവൂരിലെ ആശുപത്രിയിലുണ്ടായ ഗുരുതരമായ പിഴവാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആക്ഷേപം. അതുകൊണ്ട് അന്വേഷണം ഇതിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. SK. ഓക്കെ, വിഷ്ണു സുരേഷാണ് വടക്കേക്കരയിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്. എന്തായാലും അന്വേഷണം നടക്കട്ടെ.
ഈ ആശുപത്രിയുടെ ഭാഗത്ത് പിഴവുണ്ടോ എന്നും കണ്ടെത്തട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.